വേനലവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 8069247571. ഗ്രാമത്തിന് തണലേകുവാൻ കുരുന്നുകൾ പാറമേൽപ്പടി വായനശാലയിൽ. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കൊണ്ടാഴി SVUP സ്കൂളിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഗ്രാമീണ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കൊണ്ടാഴി ഗ്രാമീണ വായനശാലയിൽ വെച്ച് പരിസ്ഥിതി ദിനാചരണം നടത്തി. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ മാസ്റ്റർ ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പ്രദേശത്ത് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഖരമാലിന്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്താ ദ്രവമാലിന്യം. ആ ദ്രവമാലിന്യവും നമ്മൾ വീട്ടിൽ നിന്ന് പുറന്തള്ളുന്ന സന്ദർഭത്തില് ഏതെങ്കിലും ഒരു കുഴിയിലേക്ക് ആക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കോ. പിന്നെ മറ്റൊരു കാര്യം കൂടി, നിങ്ങൾ സ്കൂളിൽ കൈ കഴുകുന്ന സന്ദർഭത്തിൽ നമ്മൾ സ്കൂളിൽ കുറച്ച് ചെടികളൊക്കെ എത്തിച്ചു തരും. അങ്ങനെ എത്തിച്ചു തരുന്ന സന്ദർഭത്തില് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ വെക്കുന്ന സന്ദർഭത്തില് നിങ്ങൾ കൈ കഴുകുന്ന വെള്ളം വെറുതെ നമ്മൾ ഒഴിച്ചു കളയാണ്, അല്ലേ? അങ്ങനെ ഒഴിച്ചു കളയരുത്. ആ കൈ കഴുകുന്ന വെള്ളം നിങ്ങൾ എവിടെ പോയിട്ട് കഴുകണം? ഈ ചെടിയുടെ അടുത്ത് പോയിട്ട് കഴുകണം. അങ്ങനെ ആവുമ്പോ ചെടിക്ക് വെള്ളമായി നമ്മുടെ കൈ കഴുകി ചെയ്യാം, അല്ലേ? നെയ്യപ്പം നിന്ന രണ്ട് ഗുണം എന്ന് പറയും. എന്തൊക്കെയാ അത്? പറയാറായിട്ടില്ല, അല്ലേ? ഒന്ന് വിശപ്പ് മാറും, മറ്റൊന്ന് എണ്ണമയം മീശയിൽ വരും. അപ്പൊ ഒന്ന് കുറച്ചും കൂടി സുന്ദരനാവും. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? പ്രകൃതിയെ സ്നേഹിക്കണം, പരിസര ശുചിത്വം പാലിക്കണം, പിന്നെയോ നേരത്തെ പ്രതിജ്ഞയിൽ പറഞ്ഞ പോലെ പുഴ, നീർച്ചാലുകള്, കുളങ്ങള് ഇതൊക്കെ പരിപാലിക്കണം, അല്ലേ? പിന്നെയോ പക്ഷികളെ ശ്രദ്ധിക്കണം, പിന്നെയോ ചെടികൾ വെച്ച് പിടിപ്പിക്കണം. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. സ്കൂൾ ലീഡർ R. റിയയുടെ നേതൃത്വത്തിൽ ഏവരും പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞയെടുത്തു. ചടങ്ങിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 5ാം വാർഡ് മെമ്പറുമായ V. നിഷമോൾ അധ്യക്ഷയായി. വായനശാല പ്രസിഡന്റ് P. ഗോവിന്ദൻകുട്ടി, സ്കൂൾ പ്രധാനാധ്യാപിക KV. കാഞ്ചനാദേവി, K. അർജുനൻ മാസ്റ്റർ, PTA വൈസ് പ്രസിഡന്റ് PR. ഷൺമുഖൻ, SMC ചെയർമാൻ അജീഷ് ജോസ്, വായനശാല സമിതി അംഗങ്ങളായ എൽദോ ജോസ്, AP. വിശ്വൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വായനശാലയിലും പരിസര പ്രദേശങ്ങളിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും സ്കൂളിൽ അടുക്കളത്തോട്ടം, പൂന്തോട്ടം എന്നിവ നിർമ്മിക്കുകയും ചെയ്തു. ലോക പരിസ്ഥിതി ദിനമാണ്. നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ആഘോഷിക്കുന്നുണ്ട്, ചെടികൾ വെക്കുന്നുണ്ട്. എല്ലാം സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ വെക്കുന്ന ചെടികൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ ഒരു സത്യം തന്നെയാണ്. കാരണം എല്ലാ വർഷവും നമ്മൾ നടുന്ന ചെടികൾ ഇത് വളരുകയാണെങ്കിൽ നമ്മുടെ പരിസ്ഥിതി വളരെ പരിപൂർണ്ണ പച്ചപ്പ് നിറഞ്ഞൊരു പരിസ്ഥിതിയായി കാണേണ്ടതാണ്. പക്ഷേ ഒരു ചെടികളും ആരും സംരക്ഷിക്കുന്നില്ല. അത് വെക്കുക മാത്രമല്ല, നമ്മളെല്ലാവരും സംരക്ഷിക്കാൻ അതിന് ഉത്സാഹം കാണിക്കണമെന്നും പറയുന്നു. CCV ന്യൂസ്, കൊണ്ടാഴി.